ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നല്ല നാടൻ രുചിയിലുണ്ടാക്കിയ കണ്ണിമാങ്ങ അച്ചാർ. ഈ അച്ചാറിൽ നിന്ന് ഒരു കണ്ണിമാങ്ങയും കുറച്ച് കട്ടത്തൈരും ഒരു പപ്പടവും മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നമ്മുടെ മാവിൽ നിന്ന് ഇപ്പം പറിച്ചെടുത്തുകൊണ്ട് വന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ണിമാങ്ങയാണ്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 2 കിലോയോളം ഉണ്ടാകും. അപ്പോൾ 2 കിലോയുടെ അളവാണ് ഞാനിപ്പം കാണിച്ചു തരണത്. കണ്ണിമാങ്ങയുടെ പരുവെന്ന് പറയുന്നത് ഈ ഒരു സൈസാണ്. ഒത്തിരി വലിപ്പം വയ്ക്കരുത്. ചെറിയ കണ്ണിമാങ്ങ ആയിരിക്കുമ്പോഴേ നമ്മളിത് പറിച്ചെടുക്കണം. ഇതേമാതിരിയുള്ള കണ്ണിമാങ്ങകൾ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളമയം ഒന്നും കാണാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പൂത്തുപോകും. അത് കാരണം നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളമയമൊക്കെ കംപ്ലീറ്റ് ഒപ്പിക്കളയണം. ഇത് കഴുകിയിട്ട് തുടച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഞെട്ടൊക്കെ പറിച്ചെടുക്കുന്നത്. ഞെട്ട് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. കുറച്ച് ഞെട്ടോടു കൂടി വേണം നമ്മളിത് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞെട്ടില്ലാതെ പറിച്ചെടുത്താൽ നമ്മുടെ കണ്ണിമാങ്ങയുടെ കറയൊക്കെ വാർന്നു പോകും. അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതുപോലെ കട്ട് ചെയ്യരുത്. കുറച്ച് ഞെട്ടോടുകൂടി തന്നെ കട്ട് ചെയ്യുക. ഇതേമാതിരി ഞെട്ടിന് കുറച്ച് നീളം ഉണ്ടായിരിക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കണ്ണിമാങ്ങ എല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഞെട്ട് പറിച്ചിട്ട് വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നീളത്തിൽ തണ്ടെടുക്കുക. ചോനയൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇനി ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളമയം കംപ്ലീറ്റ് ഒപ്പിക്കളയുക. ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. തുടച്ചെടുത്ത കണ്ണിമാങ്ങകൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഈ പാത്രത്തിലും വെള്ളമയം ഒന്നും കാണരുത്. നന്നായിട്ട് തുടച്ചെടുത്ത പാത്രം യൂസ് ചെയ്യുക. അപ്പം ഞാൻ നമ്മുടെ കണ്ണിമാങ്ങകളെല്ലാം ഞെട്ട് പറിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കണ്ണിമാങ്ങകളെല്ലാം ഞാൻ ഞെട്ട് പറിച്ചിട്ട് നന്നായിട്ട് തുടച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഉപ്പ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ 2 കിലോ മാങ്ങയല്ലേ എടുത്തേക്കണത്. അതിനൊരു 300 ഗ്രാമോളം കല്ലുപ്പ് മതിയാകും. കല്ലുപ്പ് എടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഇല്ലെങ്കിൽ മാത്രം പൊടിയുപ്പ് യൂസ് ചെയ്യുക. ഞാനിവിടെ 300 ഗ്രാമാണ് എടുത്തേക്കണത്. ഇനി നമ്മുടെ മാങ്ങയും അതേപോലെ തന്നെ ഉപ്പും കൂടെ ലെയറായിട്ട് ഒരു ഭരണിയിലേക്കോ അതും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലേക്കോ നമുക്ക് മാറ്റണം. ഞാൻ ഇതേപോലെ ഒരു ഭരണിയാണ് യൂസ് ചെയ്യണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഭരണി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗ്ലാസ് ബോട്ടിൽ എടുത്താലും മതിയാകും. ഇതേപോലത്തെ ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ഭരണിയും അതേപോലെ തന്നെ ബോട്ടിലും നന്നായിട്ട് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക. വെള്ളമയം ഉണ്ടെങ്കിലാണ് നമ്മുടെ അച്ചാർ പെട്ടെന്ന് പൂത്തു പോകുന്നത്. ഇനി ആദ്യം നമുക്ക് നമ്മുടെ ഭരണിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ കൈപ്പിടി ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറായിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം മാങ്ങ ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത ലെയറായിട്ട് കുറച്ച് ഉപ്പ്. ഇതേപോലെ നമുക്ക് ഉപ്പും മാങ്ങയും ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഭരണി നിറച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ എല്ലാം നിറച്ച് കഴിഞ്ഞു. കണ്ടോ, ഒരു ഭരണി നിറയെ മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു 2 ആഴ്ച നമുക്ക് ഈ മാങ്ങ നമ്മുടെ ഭരണിയിൽ അടച്ച് സൂക്ഷിക്കണം. 2 ആഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ കണ്ണിമാങ്ങകൾ നമ്മുടെ ഉപ്പിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് ചുരുങ്ങി വരും. അപ്പോൾ ഈ ഭരണിയുടെ പകുതി ഭാഗമൊക്കെ കാണുള്ളൂ. ഇതെങ്ങനെ മൂടി വെക്കേണ്ടതെന്ന് പറയാം. ആദ്യം വൃത്തിയുള്ള തുണി എടുക്കുക. ആ തുണി വെച്ചിട്ട്
നമ്മുടെ ഭരണി മൂടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഭരണിയുടെ അടപ്പ് ഇതിനെ മുകളിൽ വെക്കുക. എന്നിട്ട് കാറ്റൊന്നും കടക്കാത്ത വിധം ഇത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കാം. അപ്പോൾ അതാ നമ്മുടെ കണ്ണിമാങ്ങയുടെ ഭരണി ഞാൻ നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ആഴ്ച നമുക്ക് ഇതിങ്ങനെ വെച്ചിരിക്കണം. അധികം വെട്ടമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. 3 ദിവസത്തിലൊരിക്കൽ നമ്മുടെ ഭരണി എടുത്തിട്ട് നമ്മുടെ മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ പൂപ്പൽ പിടിക്കാതെ ഇരിക്കും. അപ്പോൾ ഇതൊരു 2 ആഴ്ച ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഭരണി തുറന്നു നോക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ ഉപ്പിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാകും. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മൾ നിറയെ കണ്ണിമാങ്ങ ഇട്ടെങ്കിലും കണ്ടോ ചുരുങ്ങി ഭരണിയുടെ ഒരു പകുതി ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. നമ്മുടെ ഈ വെള്ളവും മാങ്ങയും സെപ്പറേറ്റ് ആക്കണം. പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നോക്കി നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. കണ്ടോ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ വെള്ളം കളയരുത്. ഈ വെള്ളത്തിലാണ് നമ്മുടെ കണ്ണിമാങ്ങയുടെ ടേസ്റ്റും അതേപോലെ തന്നെ മണമൊക്കെ ഇരിക്കണത്. ഈ വെള്ളത്തിലാണ് നമ്മളിനി അച്ചാർ കൂട്ടാൻ പോണത്. ഈ വെള്ളം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള കടുകൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 200 ഗ്രാമോളം കടുകാണ് എടുത്തേക്കണത്. നമ്മൾ 2 കിലോ മാങ്ങയുടെ കണക്കല്ലേ പറയണത്. അപ്പം ഒരു 200 ഗ്രാം കടുക് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ബൗൾ എടുക്കുക. നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒന്നും വെള്ളമയം കാണരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പൂത്തുപോകാൻ സാധ്യതയുണ്ട്. അത് കാരണം അച്ചാറിടാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയാൽ അത്രയും നന്നായിരിക്കും. നമുക്കൊരു മിക്സി ബൗളിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് അങ്ങ് പൊടിക്കരുത്. ചെറുതായിട്ടൊരു തരിതൊരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന്. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നോക്കിയാൽ നമ്മുടെ കടുക് ഇവിടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കണ്ട. ഇങ്ങനെ ഒരു തരിതൊരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിനുള്ള മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം മുളക് പൊടിയാണ് എടുത്തേക്കണത്. ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും നമ്മുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച്. ഞാനിവിടെ കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ നമ്മുടെ നോർമൽ ചില്ലിയും കൂടെ ഒന്നിച്ച് പൊടിപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ മഞ്ഞൾപ്പൊടി ചേർക്കും. ഞാനിവിടെ ചേർക്കണില്ല. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച നമ്മുടെ കടുക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊടിയും അതേപോലെ തന്നെ കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ. ഇപ്പം അതാ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഈ വെള്ളത്തിന് നല്ല ഉപ്പാണെങ്കിൽ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഉപ്പ് രസം കുറച്ച് കുറഞ്ഞു കിട്ടും. ഒത്തിരി ഉപ്പായാലും നമ്മുടെ അച്ചാറിനും ഉപ്പ് രസം കൂടുതലായി പോകും. അത് കാരണം ഒന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളവും അതേപോലെ തന്നെ ചൂടുവെള്ളവും ഒഴിക്കരുത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ അച്ചാർ കേടായി പോകും. അത് കാരണം പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ വെള്ളത്തിന് അധികം ഉപ്പില്ല. അത് കാരണം ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ
കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്തിട്ട് 1-2 മാസം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കും. അപ്പോൾ ആ മാങ്ങയിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങി വരും. അപ്പം കുറച്ചുകൂടി ലൂസാകും നമ്മുടെ അച്ചാർ. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് ഇപ്പം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ലൂസാക്കി എടുത്താൽ ഇനി മാങ്ങയുടെ വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ അച്ചാർ നന്നായിട്ട് ലൂസായി പോകും. അത് കാരണം ഈ സമയത്ത് ഒത്തിരി ലൂസാക്കാതെ നോക്കുക. അപ്പം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മാങ്ങയും മുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ വീണ്ടും ഭരണിയിലേക്ക് അടച്ച് നമ്മുടെ മാങ്ങ സൂക്ഷിക്കണത്. ഒരു 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ നോക്കിയാൽ നമ്മുടെ മുളക് കൂട്ടിലേക്ക് നമ്മുടെ കണ്ണിമാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്കൊരു ഭരണിയിലേക്കോ അതോ അല്ലെങ്കിൽ ഒരു ചില്ലുകുപ്പിയിലേക്കോ മാറ്റിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഒരു ഭരണിയിലേക്കാണ് നമ്മുടെ അച്ചാർ ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് മൂടി കെട്ടി വെക്കണം. ഇനി ഒരു 2-3 മാസം കൂടെ ഈ ഭരണിക്കകത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ മാങ്ങയിലേക്ക് എരിവും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുള്ളൂ. മിനിമം ഒരു 2 മാസമെങ്കിലും അടച്ചു വെക്കുക. ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഭരണി എങ്ങനെ കെട്ടി വെക്കണമെന്ന് കാണിച്ചു തരാം. ഇതാ ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ നല്ലെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഈ ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഈ നല്ലെണ്ണ തേച്ച ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഭരണിയുടെ അകത്തേക്ക് ആകത്തക്ക വിധം വച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ. എന്നിട്ട് ഇതിന്റെ സൈഡിൽ കൂടെയും കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വൃത്തിയുള്ള തുണി വെച്ച് നമ്മുടെ ഭരണി അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തു. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ അടപ്പ് വെച്ച് കൊടുക്കാം, ഭരണിയുടെ അടപ്പ്. എന്നിട്ട് വീണ്ടും ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് മൂടി കൊടുക്കാം. അധികം വെളിച്ചമൊന്നും ഏൽക്കാത്ത സ്ഥലത്ത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് 2-3 മാസം കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ. അപ്പോൾ ഇപ്പോൾ കണ്ണിമാങ്ങയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.